ഏവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം. ഈ അധ്യായത്തിൽ നമ്മൾ വിശകലനം ചെയ്യുന്നത് ചോതി നക്ഷത്രത്തിൻ്റെ 2025 ആണ്ട് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലെ ഗുണദോഷ ഫലങ്ങളാണ്. ഞാൻ ആദ്യമായി ഒന്ന് പറഞ്ഞോട്ടെ, ഇത് ചോതി നക്ഷത്രത്തിൽ പിറന്നവരുടെ പൊതുവായ ഫലമാണ് നമ്മളിവിടെ വിശകലനം ചെയ്യുന്നത്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും വ്യക്തിഗത ഫലം ലഭിക്കുന്നതിനായിട്ട് നിങ്ങളുടെ ജാതകം ഒരു ഉത്തമനായ ജ്യോതിഷിയെ കാണിച്ച് രാശി ചിന്തനം നടത്തി മുന്നോട്ട് പോകുന്നതാണ് എന്തുകൊണ്ടും നല്ലത്. ഈ പൊതുവായ ഫലത്തിലേക്ക് വരാം. ഈ 2025 ആണ്ട് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലൊക്കെ ചോതി നക്ഷത്രക്കാർക്ക് ജീവിത പങ്കാളിയുടെ ആവശ്യങ്ങളൊക്കെ നിങ്ങൾ ഒരുവിധം പരിഗണിക്കുന്നൊരു അവസ്ഥ ഉണ്ടാകുന്നതാണ്. നിങ്ങൾ ഏർപ്പെടുന്ന കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അന്തിമ വിജയമുണ്ടാവും. മാതൃ വീട്ടുകാരുടെ എതിർപ്പ് സമ്പാദിക്കാനുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ മാതാവുമായിട്ടുള്ള ചെറിയ വാഗ്വാദങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. നിങ്ങൾ മേലുദ്യോഗസ്ഥരുമായിട്ടുള്ള അകൽച്ചയൊക്കെ ഒരുവിധം കുറയുന്നതാണ്. വരുമാനത്തിലൊക്കെ വർധനവുണ്ടാവുമെങ്കിലും ഊഹക്കച്ചവടത്തിൽ നിങ്ങൾക്ക് നഷ്ടം സംഭവിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. കർഷകർക്കൊക്കെ കാലം അനുകൂലമായിട്ടാണ് കാണുന്നത്. നിങ്ങൾ ജീവിത വിജയത്തിന് വേണ്ടി അക്ഷീണം പ്രയത്നിക്കുന്ന ഒരവസ്ഥയാണ് നിലവിൽ കാണുന്നത്. പൊതുരംഗത്തെ കൂടുതൽ ശോഭിക്കാനൊക്കെ കഴിയുന്നൊരു സമയമാണ്. കിട്ടുകയില്ല എന്ന് കരുതിയ ധനം അപ്രതീക്ഷിതമായിട്ട് കൈവശം വന്നു ചേരുന്ന ഒരു സമയമാണ്. ജനങ്ങളുടെ അഭിപ്രായം സ്വീകരിച്ച് മുന്നോട്ട് പോകുന്നൊരു സമയം കൂടിയാണ് ഈ സെപ്റ്റംബർ ഒക്ടോബർ മാസം. ദാനധർമ്മങ്ങൾക്കൊക്കെ വേണ്ടി പണം ചിലവഴിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നതാണ് ഈ മാസങ്ങളിൽ. അതുപോലെ തന്നെ ഇതിലെടുത്തു പറയേണ്ട 1, 3, 5, 11, 26, 29 എന്നീ തീയതികൾ നിങ്ങൾക്ക് ശുഭകരമായിട്ട് കാണുന്നില്ല. ഈ ദിവസങ്ങളിൽ മംഗളകരമായ ഒന്നും തുടങ്ങി വെക്കാതിരിക്കുക, പുതിയ ആരംഭം കുറിക്കാതിരിക്കുക, ബിസിനസ്സുകളൊക്കെ തുടങ്ങാതിരിക്കുക, ശുഭകരമായിട്ടുള്ള യാതൊന്നും ഈ സമയത്ത് ചെയ്യാതിരിക്കുക. സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ നിങ്ങൾക്ക് ഒരുവിധം മാറിക്കിട്ടുന്നൊരു സമയമാണ് നിലവിൽ വരുന്നത്. നിങ്ങൾക്ക് ഈശ്വരാനുഗ്രഹം കൂടുതലായിട്ടുള്ള സമയമാണ് സെപ്റ്റംബർ ഒക്ടോബർ മാസം. നിങ്ങളുടെ കൂട്ടു ബിസിനസ്സുകളൊക്കെ ദോഷകരമായിട്ട് മാറാനുള്ളൊരു സാഹചര്യമുണ്ട് ഈ മാസങ്ങളിൽ. നിങ്ങൾ വിട്ടുവീഴ്ചക്കൊക്കെ തയ്യാറാകേണ്ട ഒരു സമയമാണ്. മാതാവിൻ്റെ ആവശ്യമൊക്കെ മാസാവസാനമൊക്കെ ആകുമ്പോൾ നിങ്ങൾ ഒരുവിധം പരിഗണിക്കും. കുടുംബത്തിൽ മംഗളകർമ്മങ്ങളൊക്കെ നടക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. നിങ്ങളുടെ ഇഷ്ടജനങ്ങളൊക്കെ ശത്രുക്കളായിട്ട് മാറാനുള്ള സാഹചര്യവും വന്നുപെടുന്നതാണ്. സ്വന്തം പ്രയത്നങ്ങൾ മൂലം നിങ്ങൾ നേട്ടങ്ങൾ സ്വന്തമാക്കാനുള്ള അവസ്ഥയുണ്ടാകുന്നതാണ്. വാഹന ഇടപാടുകളൊക്കെ നഷ്ടം സംഭവിക്കാനുള്ള സാഹചര്യമുള്ളതുകൊണ്ട് വാഹന ഇടപാടുമായിട്ട് ബിസിനസ് ചെയ്യുന്നവർ അല്ലെങ്കിൽ വിൽക്കാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ഒന്ന് കരുതിയിരിക്കുക. സന്താനങ്ങൾക്കൊക്കെ ഗുണകരമായ സമയമാണ്. സന്താനങ്ങൾക്ക് ഉന്നത ജോലി ലഭിക്കാനുള്ള യോഗമൊക്കെ കാണുന്നൊരു സമയമാണ് ഈ സെപ്റ്റംബർ ഒക്ടോബർ മാസം. അപ്പോൾ ചെറുതായിട്ടൊന്ന് നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കാലങ്ങൾ വലിയ കുഴപ്പമില്ലാണ്ട് മുന്നോട്ട് പോകും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഗുണകരമായ സമയത്ത് ദോഷഫലങ്ങളുടെ കാഠിന്യം കുറയ്ക്കാനായിട്ട് നിങ്ങൾ ചൊവ്വാഴ്ചകളിലൊക്കെ സുബ്രഹ്മണ്യ ക്ഷേത്രം ദർശിക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ അവിടെയൊക്കെ ദർശിച്ച് ഭഗവാന്റെ കാരണങ്ങൾ അഭിമുഖം പ്രാപിച്ചു കഴിഞ്ഞാൽ വലിയ കുഴപ്പമില്ലാതെ ഒരുവിധം മുന്നോട്ട് പോകാനായിട്ട് ഭഗവാൻ സഹായിക്കും. ദോഷങ്ങളൊക്കെ ഒരുവിധം കുറച്ച് മുന്നോട്ട് പോകാനായിട്ട് ഭഗവാൻ സഹായിക്കും. അതോടൊപ്പം തന്നെ ചൊവ്വാഴ്ച പറ്റുകയാണെങ്കിൽ 21 നാരങ്ങകൾ കോർത്ത മാല ഭഗവാൻ സമർപ്പിക്കുക, നാരങ്ങ വിളക്ക് സമർപ്പിക്കുകയൊക്കെ ചെയ്യുന്നത് ഗുണകരമാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. തുടർന്നുള്ള മാസങ്ങളിലെ വീഡിയോ കൃത്യമായി ലഭിക്കുന്നതിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നുള്ള മാസങ്ങളിലെ വീഡിയോയും മറ്റ് നക്ഷത്രങ്ങളുടെ വീഡിയോയും ഞാൻ പ്ലേലിസ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് കയറി കാണാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹത്താൽ നല്ലൊരു സമയം ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.